ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മുത്തപ്പൻ പുഴയിലാണ്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. താമരശ്ശേരി ചുരത്തിലേക്കുള്ള ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ അതിന് പരിഹാരം കാണാനാകുന്ന ഒരു തുരങ്കപാത ഇതായിരിക്കുമെന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. നമ്മളിപ്പോൾ കാണുന്ന ഈ രണ്ട് മാർക്ക് ചെയ്ത ഭാഗങ്ങളുണ്ട്. ഇവിടെ നിന്നുമാണ് ഈ തുരങ്കപാത ആരംഭിക്കുന്നത്. അതായത് അങ്ങോട്ടേക്ക് ആളുകൾക്ക് യാത്ര ചെയ്യാനാവുന്ന തുരങ്കപാതയാണ് ആദ്യമായി കാണുന്നത്. തൊട്ടപ്പുറത്തുള്ളതാണ് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്ന തുരങ്കപാത എന്ന് പറയുന്നത്. ഏകദേശം ഒരു മാസത്തിനകം തന്നെ ഇത്തരത്തിൽ തുരങ്കപാത നിർമ്മാണം ആരംഭിക്കും, തുറന്നു തുടങ്ങും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. 8.11 കിലോമീറ്റർ നീളമുള്ള തുരങ്കപാതയാണ്. ഈ തുരങ്കപാത വരുന്നതോടുകൂടി 24 മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കും. ഇതിനായി 100-ലധികം CCTVകൾ ഉണ്ടാവും. മികച്ച നിലയിലുള്ള ടണൽ റേഡിയോ സിസ്റ്റവും ടെലിഫോൺ സിസ്റ്റവും കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും. ടണൽ വെന്റിലേഷൻ, ശബ്ദ സംവിധാനം, എസ്കേപ്പ് റൂട്ട് ലൈറ്റിംഗ്, ട്രാഫിക് ലൈറ്റ്, എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയവയെല്ലാം തന്നെ ഈ തുരങ്കപാതയിൽ ഉണ്ടാകും. അമിത ഉയരമുള്ള വാഹനങ്ങൾ വരികയാണെങ്കിൽ സിഗ്നൽ നൽകും. ഓരോ 300 മീറ്ററിലും ക്രോസ് പാസേജുകൾ ഉണ്ടാകും. ഇരുവഴിഞ്ഞിപ്പുഴയിൽ പാലങ്ങൾക്കും കലുങ്കുകൾക്കും പുറമെ അടിപ്പാതയും സർവീസ് റോഡും ഉണ്ടാകും. പാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഏകദേശം 22 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വയനാടേക്ക് എത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമുക്കറിയാം, വയനാട്, കോഴിക്കോട്, മലപ്പുറം ഈ ജില്ലകളെ വയനാടുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു ബദൽ പാത, ഒപ്പം തന്നെ താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കിനൊരു പരിഹാരം, അതിനെല്ലാമുള്ള ഒരു പാതയായാണ് ഇതിനെ കാണുന്നത്. കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുന്ന നിലയിലാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത്. ഇതിനോടകം തന്നെ പാറ തന്നെ മാർക്ക് ചെയ്ത് ഈ ജനുവരി മാസം ഒരു പകുതിക്ക് ശേഷം പാറ തുരക്കുന്ന നിർമ്മാണ പ്രവർത്തികളിലേക്ക് കടക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിന് അനുബന്ധമായ മണ്ണ് മാറ്റൽ, അതുപോലെ തന്നെ മറ്റ് സാമഗ്രികൾ, യന്ത്ര സാമഗ്രികൾ എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഈ പറയുന്നത് പോലെ അവർക്കുള്ള ക്യാമ്പ് ഷെഡ്, അവർക്ക് എക്സ്പ്ലോസീവ് സൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ലേബേഴ്സിനെ ക്യാമ്പ് ചെയ്യിക്കാനുള്ള സൗകര്യങ്ങൾ. അപ്പോൾ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം ഇതിനോടകം പൂർത്തീകരിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ നിർമ്മാണം നടത്തുമ്പോൾ പാറ തുറക്കാനുള്ള റിഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ രണ്ട് സൈഡിലും, ഇവിടെയും ആനക്കാംപൊയിൽ സൈഡിൽ മറിപ്പുഴയിലും 2 മെഷീനും, വയനാട് മേപ്പാടി കള്ളാടിയിൽ 2 മെഷീനുകളും ഇതിനോടകം എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലുമുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തീകരിച്ച് പാറ തുറക്കുക എന്നതാണ്. ചില ആളുകൾ ഇത്രയായിട്ടും തുറന്നില്ല എന്നാണ് ചെയ്യുന്നത്. പക്ഷേ തുറക്കുന്നതിന് മുന്നോടിയായി ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴ ക്രോസ് ചെയ്ത് അപ്പുറം എത്തണമായിരുന്നു. അപ്പോൾ ഒരു താൽക്കാലിക പാലം ഉണ്ടാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഫോറസ്റ്റ് വനഭൂമിയിലെ മരങ്ങൾ മുറിക്കേണ്ടതുണ്ട്. മണ്ണ് ഒരു വലിയ രൂപത്തിൽ മണ്ണെടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അത്തരം എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു. പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗതയിലാണ് ഇപ്പോൾ നമ്മൾ നിർമ്മാണ പ്രവർത്തികൾ കമ്പനിയും കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ PWDയുടെ കൃത്യമായ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 വർഷം കൊണ്ട് പൂർണ്ണമായിട്ടും പദ്ധതി പൂർത്തീകരിച്ച് കമ്മീഷൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ പരിസ്ഥിതിയുടെ അനുമതികളെല്ലാം വാങ്ങിക്കുന്ന ഘട്ടത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള അനുമതികളാണ് നമ്മൾ നേരത്തെ വാങ്ങിയത്. 10 മീറ്റർ റേഡിയൻസിലാണ് ഇത് കട്ട് ചെയ്യേണ്ടത്, അപ്പോൾ ബ്ലാസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം അത്രയും ഭാഗം കൃത്യമായി അതിൻ്റെ ഈ പറഞ്ഞ ഹോളിട്ട് അതിൽ ഈ വെടിമരുന്ന് നിറച്ച്, അതൊക്കെ ഇലക്ട്രിക് ആയിട്ടുള്ള ബ്ലാസ്റ്റിംഗ് ആണ്. നമ്മളിങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് താഴ്ത്ത് വരുമോ എന്നുള്ള നിലയിൽ ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വ്യക്തമായി പറയാത്തത്. പക്ഷേ ആ നിലയിലാണ്, കൺട്രോൾഡ് ബ്ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ അതൊക്കെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ചെയ്യുന്ന കമ്പനിയുമാണ്. അതുപോലെ നമ്മുടെ SPV അങ്ങനെ ആ കാര്യങ്ങളിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ധാരാളം ഇത്തരം തുരങ്കപാതകൾ നിർമ്മിച്ചിട്ടുള്ള കമ്പനി തന്നെയാണ്. അപ്പോൾ അവരുടെ എല്ലാം കൃത്യമായ മേൽനോട്ടത്തിലാണ് ഈ നിർമ്മാണ പ്രവർത്തികളെല്ലാം മുന്നോട്ട് പോകുന്നത്. ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.